പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കക്കാട് നിന്ന് കുഞ്ഞിപ്പള്ളിക്കേക്ക് പോകുന്ന റോഡ് പരിസരത്താണ്. കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇത് കുഞ്ഞിപ്പള്ളിക്ക് നിന്ന് കക്കാടേക്ക് പോകുന്ന റോഡാണ്. മനസ്സിലായല്ലോ. കക്കാട് പുഴ കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഷിഫ ഇളനീർ ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ സൈഡിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡിൻ്റെ ഒരു കാഴ്ചയായിട്ട് ഞാൻ വന്നതാണ്. നമുക്കത് കണ്ടാലോ. കക്കാട് നിന്ന് ഷോർട്ടായിട്ട് നമ്മൾ ഷാതിരിപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെയധികം ഒരു ദയനീയ അവസ്ഥയാണ്. ഇതായിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. നോക്കാം, കുണ്ടും കുഴിയെല്ലാം നിറഞ്ഞു കിടക്കുന്നു. എന്താണ് ഇന്ത്യൻ്റെ മാപ്പ് എന്നെല്ലാം പറയുന്നത്? ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ, ഇന്ത്യൻ്റെ മാപ്പ് വരച്ച പോലെ ഉള്ളത്. റോഡിൻ്റെ ഒരു അവസ്ഥ നോക്കിയാട്ടെ. ഇതൊന്ന് വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ രക്ഷയുള്ളൂ. വാഹനങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങൾക്കും വരെ ഇതുവഴി നടന്നു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഓട്ടോക്കാർക്കെല്ലാം എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ. കക്കാട് പുഴ കഴിഞ്ഞ ഉടനെ വലതുവശത്തേക്ക് വരുന്ന റോഡാണ് ഇത്. ഷാതിരിപ്പള്ളിയിലേക്ക് ഷോർട്ടായിട്ട് ആൾക്കാർ നിത്യവും പോകുന്ന റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥയായിട്ടാണ് നിങ്ങളെ മുന്നിൽ ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ബിൽഡിംഗ് കണ്ട, ഈ ബിൽഡിംഗ് ഏതാണെന്ന് മനസ്സിലായ? അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഇതാണ് നമ്മുടെ VP മഹ്മൂദ് ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ സ്കൂളിൻ്റെ പിറകുവശമാണ് ഈ റോഡ് പോകുന്നത്. ഇതാണ് BPM സ്കൂൾ കക്കാട്. ഇതിൻ്റെ തൊട്ട് പിറകുവശമാണ് ഞാൻ പറയുന്ന ഈ റോഡ് പോകുന്നത്. റോഡിനെല്ലാം വെള്ളം കെട്ടിയെന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് കുഴികൾ കാണാതെ. ആ വെള്ളം നിറഞ്ഞിട്ടാണ്. ബൈക്കെല്ലാം അതിൽ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഈ റോഡ് വരുന്നത് നേരെ കുഞ്ഞിപ്പള്ളിക്ക് നിന്ന് ഷാരിപ്പള്ളിക്ക് പോകുന്ന റോഡാണ്. ആ റോഡിൻ്റെ വല്ലാത്ത അവസ്ഥ കാണിച്ചത് ഇതാണ്. ഈ റോഡാണ് കക്കാട് പുഴ കഴിഞ്ഞപാട് ഷാരിപ്പള്ളിക്കേക്ക് ഷോർട്ടായിട്ട് പോകുന്ന റോഡ്. ഇത് നമ്മുടെ ഷാരിപ്പള്ളിക്കേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെയും അവസ്ഥകൾ പറയാനില്ല. അത്രയും കുണ്ടും കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. നാട്ടുകാരെല്ലാം കുറേ ഭാഗം കുറച്ച് ശരിയാക്കിയിട്ടുണ്ട്. അത് അങ്ങോട്ടെല്ലാം വളരെയധികം മോശം തന്നെയാണ് റോഡിൻ്റെ അവസ്ഥ. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പാച്ച് വർക്കെങ്കിലും ഇവർക്ക് നടത്താമായിരുന്നു. ചെറിയൊരു ആശ്വാസം കിട്ടുമല്ലോ. ഇപ്പോൾ മഴ വന്നിട്ടുണ്ട്, പക്ഷേ അങ്ങനെ തുടർച്ചയായിട്ടില്ല, ചെറിയ മഴയുള്ളൂ. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് വേണ്ട ഒരു നടപടി എടുത്താൽ വളരെയധികം ഉപകാരപ്രദമാകും. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സുഖയാത്ര നടത്താമല്ലോ. അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത്. അങ്ങനെ ഈ ഭാഗത്തുണ്ടല്ലോ, കണ്ണൂർ കോർപ്പറേഷൻ ഡിവിഷൻ 13 എന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിയുന്നവർ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോന് പരമാവധി നിങ്ങളെ ലൈക്കും ഷെയറും കമൻസും തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നു. എന്നാൽ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി വീഡിയോ നിങ്ങളാണ് അവരുടെ കൺമുന്നിൽ എത്തിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മുനീർ അമീർ.